Our first spotlight winner of the evening is actor-director Basil Joseph, star of Pawn Man. I started my filmmaking career as a director, then I turned into an actor. It feels so surreal to stand here at this stage in front of all these talents, getting this award as an actor. It's crazy how things turn. ഇതിലൊരു സീനുണ്ട്, എനിക്ക് ബേസിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലത്തെ സാധനം പടത്തിൽ പിടിക്കുന്നുണ്ട്. ഓ മാൻ, എനിക്കും അതാണ് പറയാനുള്ളത്. ജീവനെ കണ്ടിട്ടില്ല, അതാ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയടാ. നീ കയറി തൂങ്ങി അവർ തിരിച്ചെടുക്കോ. എനിക്ക് മറ്റേ രോമൊക്കെ എണീച്ചെന്ന് സല്യൂട്ട് അടിച്ചു ആ ഒറ്റ ഡയലോഗിൽ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. എടാ, പുറത്താക്കാൻ ഒരു വാതിലുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വേറൊന്ന് കാണും. മനുഷ്യന്മാർ ചേരുന്ന ആളാ പാർട്ടി. പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാ ചട്ടക്കൂടുകൾ ഉണ്ടാവും. അത് നിനക്ക് വേണ്ടി അയ്യോ, നീ കാത്തിരിക്കും. ബേസിൽ ടച്ച് എന്നത് മുന്നേ വന്ന സിനിമകളിലൊക്കെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിലും ഇവിടെ എത്തുമ്പോൾ അജേഷ് എന്ന കഥാപാത്രത്തിലേക്ക് മാത്രമായുള്ള ഒരു ഷിഫ്റ്റ് കൂടെ സമ്മാനിച്ച പ്രകടനമാണ്. തൂങ്ങാൻ പോയി എന്റെ സ്വർണം പറ്റിച്ച് എന്റെ പെങ്ങള് പോയി. ഫിനാൻഷ്യത്തിന്റെ മുമ്പിൽ ആ കള്ളന് എന്റെ ജീവിതത്തിന്റെ അടുക്കലാണ് അളകി കിടക്കുന്നത്. ഞാനല്ലടാ കയറി തൂങ്ങേണ്ടത്. ആ കഥാപാത്രത്തിന്റെ കൺസിസ്റ്റൻസി പ്ലസ് ബേസിങ്ങിന്റെ ആക്ടിങ് കൺസിസ്റ്റൻസി, അത് രണ്ടും എടുത്ത് പറയണം. നിന്നെ പോലുള്ള ഇങ്ങനെയൊക്കെ ചെയ്ത ചേട്ടത്തേടി കൊണ്ട് തള്ളകളി കെട്ടും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് എന്നെ പോലുള്ളവരെല്ലാം അത് ബാധിക്കുന്നത്. ബേസിൽ ചെയ്തിട്ടുള്ള സ്ഥിരം റോൾസിനെക്കാളും കുറച്ചുകൂടെ ഭയങ്കര ടഫാണ്, ഇത് കൺവേ ചെയ്യാൻ ടഫാണ്. നിനക്കത് മനസ്സിലാവില്ല. നീയൊക്കെ പിച്ചാത്തി എടുത്തിട്ടേ ഉള്ളൂ. മനുഷ്യനെ പോലെ അത് പോരാടിയിട്ടില്ല. അതാ ഇത് കൊണ്ടുപോകണത് ബേസിൽ ജോസഫ് തന്നെ. പുള്ളി സ്ക്രീനിൽ വന്നതിന് ശേഷം പടം ഒരു ലിഫ്റ്റ് ഉണ്ട്, വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫോൺ കോൾ ചെയ്ത് ഈ മുറിയിൽ ഇപ്പൊ ലക്ഷങ്ങൾ എങ്ങനാ, അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളയാണ് അജേഷ് ഉണ്ടാക്കിയെടുത്താണ്, അതാ ഇല്ലാതായത്. ഈ സ്വർണ്ണം ഇല്ലെങ്കിൽ പിന്നെ അജേഷ് ഇല്ല. അതിന്റെ ഇടയിലാണ് വെറും തെണ്ടിയാടോ അജേഷ്. പക്ഷെ നമ്മുടെ സ്പേസിലെല്ലാം നമ്മൾ പോരാടും. ഒരു ഭയങ്കര ഡോമിനന്റ് ഒരു മെയിൽ, ഒരു മാസ്കുലിൻ മെയിൽ, ആ ഒരു ഈഗോ അല്ല ഇവിടെ വർക്കാവും. ഇത് ഒരു എക്സിസ്റ്റൻസ് ആണ്, ഒരു സ്ട്രഗിൾ ആണ്. അപ്പോൾ അത് ബേസിലിനെ വെച്ചിട്ട് ഈസി ആയിട്ട് കൺവേ സാധിച്ചു. ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ബേസിലല്ല ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ, ബേസിലിന്റെ ഫിസിക്കൽ ഒരാളല്ല എങ്കിൽ ഈ സിനിമയുടെ ഡയമെൻഷനെ മാറി ഒരു നോർമൽ സിനിമയായി പോയി. എടാ, നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്.